ഹലോ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ആൻഡ് അതുപോലെ ആദ്യത്തെ ലോങ് വീഡിയോ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരു മൂന്നാർ വ്ളോഗാണ് ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഈ വീഡിയോ ഇടുമ്പോൾ ആകെ 60 സബ്സ്ക്രൈബ് ചെയ്യും. കുറേ നാളായിട്ട് ഞാനിങ്ങനെ വ്ളോഗിങ്ങും അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് ഇതുവരെ നടന്നിട്ടില്ല, ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരാഴ്ച മുമ്പ് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു മൂന്നാറിലേക്കുള്ള ഒരു ഡേ ആണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ പാലം പണിയായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒരു രാവിലെ സമയം അതല്ലെങ്കിൽ ഒരു ഉച്ച സമയം കൊള്ളിച്ചൊക്കെ ചെല്ലാനാണ് ഏറ്റവും നല്ലതായിട്ട് പറയുള്ളൂ, കാരണം ബ്ലോക്ക് അവോയ്ഡ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളവിടെ കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മഴയും കൂടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ശല്യാമ്പാറ അവിടെ എങ്ങാണ്ടാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് കുത്തനെ കയറ്റമാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക്. കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റമാണ്. കയറി ഒരു കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഒരു മലയുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു മണ്ടക്കായിട്ടാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. ഈ ചുറ്റുമാണെങ്കിലാണെങ്കിൽ ഭയങ്കര കൃഷി എന്ന് പറയും. ഈ റബ്ബറില്ല, മലയുടെ മുകളിൽ റബ്ബർ ഞാനിതുവരെ കണ്ടിട്ടില്ല, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഏലം, കുരുമുളക്, പിന്നെ അങ്ങനത്തെ കുറേ ജാതി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അവിടെ കാട്ടിലേക്കൊക്കെ കയറി പിന്നെ ചേച്ചിയുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ പോലൊന്നും അല്ല, ഭയങ്കര ഒരു നേച്ചർ ഫീലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇയാളുടെ വീടിരിക്കുന്ന സ്ഥലം അതാണ് ഏറ്റവും ഹോറിബിൾ. കാരണം 2 മല കയറിയതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോകാനോ അതല്ല ഒരു സ്നാക്ക് വാങ്ങാനെങ്കിൽ നമ്മൾ പിന്നെയും ഒരു മണിക്കൂർ താഴോട്ട് നടന്നാൽ ഏതെങ്കിലും ഒരു കടയുള്ളൂ. അതുമാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഇടുക്കിക്കാർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യമാണത് കേട്ടോ. എന്നാലും അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെയല്ല, ഭയങ്കര പീസാണ്, ഭയങ്കര കാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നേരെ നടന്ന് കറങ്ങി പിന്നെ ഈ ഇത് കണ്ടോ, വണ്ടിയൊക്കെ ആണെങ്കിലും മലയുടെ ഏറ്റവും താഴെ വെച്ചാൽ മാത്രം നമുക്ക് മുകളിലേക്കൊന്ന് കയറാൻ പോലും പറ്റത്തുള്ള. അപ്പം ഞങ്ങളൊരു രാവിലെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൃഷി നമുക്ക് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മൊത്തം സംഭവങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോൾ പുതിയതായിട്ട് ഏലമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുള്ള് കൃഷി എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷി കേട്ടോ. ഇത് ഡാലിയാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടാണ്. നല്ല ഫ്രഷ് പൂക്കളാണ് കേട്ടോ. ഇവിടുത്തെ പോലെ വളം ഒന്നും ഇടണ്ട, ചുമ്മാ കാട്ടിലാണെങ്കിൽ നല്ല രസമായിട്ടൊക്കെ പിടിച്ച് കയറിക്കോളെ. ഇത് നല്ല ഫ്രഷ് ഏലക്കയാണ്. ഏലക്ക ആയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ സീഡായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുവാണേ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് അവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങുമ്പോൾ തന്നെ ശരിക്കും ഒരു 2-3 മണിക്കൂർ അങ്ങ് പോകും കേട്ടോ. പക്ഷേ എല്ലാ സ്ഥലങ്ങൾ കാണാനായിട്ടാണ് ഭയങ്കര രസം. ചൊറിയാമ്പുഴുവിനെ കണ്ടിട്ടുണ്ടോ? അതൊന്നും വേണ്ട, ചൊറിയാമ്പുഴു ഉൾപ്പെടെ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നടന്ന് വിഷമിച്ചത് കൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞാൻ ഹെമ്പിനും കൊച്ചും ജീസനും കൂടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് കടന്നത്. അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കളിയും നല്ല കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കപ്പയും ഈ പറയുന്ന പോലെ തന്നെ ഇറച്ചിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവരുടേതായിട്ടുള്ളൊരു കോലുണ്ട്, പക്ഷെ ഞാനിതപ്പോൾ ആ കോലും കാണാനില്ല. സോ അവർ കൈ കിട്ടിയ ഒരു തവിയൊക്കെ വെച്ച് ഇതൊക്കെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത്, നല്ല എരിവിലാണ് ഈ കപ്പ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് പിന്നെ ഞങ്ങളതൊക്കെ കൂട്ടിയാണ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. ഇത്രയും എരിവെണ്ണെല്ലാം ഉണ്ടാക്കി നല്ല ബീഫ് കറിയും അതുപോലെ കപ്പയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ജീസനാണെങ്കിൽ പിന്നെ ഞാൻ വാരി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നേ പറയാനില്ല, പുള്ളിക്കും കൊടുത്തു, ഞാനും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്നേച്ചേ. ഇത് ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഭയങ്കര എരിവാണ്. എരിവെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടുന്ന പോലെ അല്ലല്ലോ, എല്ലാം നാച്ചുറലല്ല. അപ്പോൾ ഭയങ്കര എരിവും എന്നാൽ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് ഈ ചായക്കെന്ന് പറഞ്ഞ് ഞാൻ ദൂരം ഭ്രാന്തണെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നല്ല നീട്ടിയൊരു ചായ ഉണ്ടാക്കി, ഒരു കോപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ആ കപ്പ് നിറച്ച് ചായ ഇരുന്ന് അങ്ങ് കുടിച്ചങ്ങ് തീർത്തട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് തീർത്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ചായ. അപ്പോൾ വീണ്ടും അത് കഴിച്ച് തീർത്തതിന് ശേഷം പിന്നെ അളിയനോട് കുറച്ച് കാച്ചിലോ പിന്നെ കപ്പയോ പിന്നെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ അവിടെ നിന്ന് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചക്കയൊക്കെ ഉണ്ടല്ലോ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ നേരെ കാറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊച്ചിയിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിനെയും അകത്താക്കി ഞാനും ജീസനും കൂടെ കാറൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുവാണ്. ഇതേതാ സ്ഥലം എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ അവിടുത്തെ ഒരു പഴംപൊരിക്കടയാണത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ ഉണ്ണിയപ്പം കിട്ടി. എൻ്റെ പിന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ, ഈ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അവിടുത്തെ ഒരു നാച്ചുറൽ ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ സോഡാപ്പൊടി വെച്ചിട്ട് പൊങ്ങ ഇട്ടേക്കുന്നതും അതുപോലെ തന്നെ വേറെ ഒന്നും ചേർക്കാനുണ്ടാക്കിയ ഫുഡ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഞാൻ അതൊക്കെ അങ്ങ് കഴിച്ചങ്ങ് തീർത്ത്
ഈ ഉണ്ണിയപ്പം കഴിച്ച് തീർത്തപ്പോഴാണ് ഞാൻ ഈ പഴംപൊരി എടുക്കുന്നത്. ഈ പഴത്തിൻ്റെയൊക്കെ ഒരു സൈസ് ഉണ്ട്, അതൊരു സൈസാണ് കേട്ടോ. അതും മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ശല്യാമ്പാറ വഴി അതുവഴിയുള്ള ഒരു സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ അതുവഴിയാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ നേര്യമംഗലമൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ വരുമ്പോൾ നേര്യമംഗലം വഴിയാണെങ്കിലും തിരിച്ച് പോകുമ്പോൾ വേറെ വഴിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര കാമാണ്, ഒട്ടും റഷില്ലാതെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഏരിയയാണ്. പിന്നെ വരുന്ന വഴിയും പോണ വഴിയൊക്കെ ഈ വെള്ളം നമ്മുടെ അവിടുത്തെ ഡാം അടച്ചിരിക്കുന്നതുകൊണ്ട്, കല്ലാർകുട്ടി ഡാം അടച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഡാമിലേക്ക് താഴേക്ക് നോക്കും. ഭയങ്കര ആഴമാണ് കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നെ, വീണ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോക്കണ്ട, കൈയും കാലുകൾ അറ്റ്ലീസ്റ്റ് ഒടിഞ്ഞിരിക്കും, അത്ര ആഴമാണ്. പിന്നെ പോകുന്ന വഴി നമ്മൾ ഇത് കണ്ടോ, റോഡ് അതിലൊക്കെ ഒരു മനുഷ്യനില്ല. നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് പയ്യെ ഒരു റഷും ഇല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും കേട്ടോ ആ വഴിയൊക്കെ. അതിന് ക്ലൈമറ്റ് ആണെങ്കിലും നമുക്ക് ഒത്തൊരു ക്ലൈമറ്റ് കിട്ടുകയും ചെയ്തേ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ തിരിച്ച് പോകുന്ന വഴി ഓരോ സ്ഥലത്തും ഓരോ ബോർഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാകുമ്പോഴാണ് ഒരു ഡീവിയേഷൻ വരുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാകത്തില്ല. ഈ വലിയ റഷിൽ നിന്നൊക്കെ മൂന്നാറിൽ നമുക്ക് ട്രാഫിക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കല്ലാർകുട്ടി ഡാമിൽ വരിക. കല്ലാർകുട്ടി ഡാമിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് താഴോട്ട് പോകുന്ന വഴി പോയി കഴിഞ്ഞാൽ നേര്യമംഗലം കൂടെ നമുക്ക് ചുറ്റാതെ നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക്, എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ പോകുന്ന റൂട്ടാണ്, അങ്ങോട്ടേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ.